മുട്ടക്കറി കഴിക്കാൻ പോവാണ്. അതെ അതെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒത്തുകൂടാണ്. എവിടെ നമ്മൾ പോകുന്നത്? നമ്മൾ ബീച്ചിന്റെ പേര് എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ വിശേഷം എല്ലാം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നെന്താ പരിപാടി? നമ്മുടെ ബീച്ചിൽ എന്താ പ്രോഗ്രാം? നമ്മൾ കുറച്ച് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. കുറച്ച് കപ്പയും മീനും നമ്മൾ അവിടെ ചെന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യം കാണാം. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയണ്ടോ? ചീനി മീനൊക്കെ വേണം. പോയിട്ട് വരണം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല രസമായിരുന്നു നൈറ്റ് വ്യൂ പോകുന്നത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ നൈറ്റ് വ്യൂവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ അതിൻ്റെ അടുത്ത് എത്താറായി. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഷൺമുഖൻ ഉണ്ടായിരുന്നു. നല്ലൊരു സൂപ്പർ ഒരു ബീച്ച്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അസിരി ബീച്ച്, ബീച്ചിൻ്റെ പേരാണ് അസിരി ബീച്ച്. ഇതാ ഈ വൈബ് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്ക്. നല്ലൊരു ആംബിയൻസിലാണ് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പോകുന്നത്. ഓൾറെഡി അവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതുപോലൊരു ടെൻറ്റിലാണ്. ഇതാ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കപ്പ എല്ലാം കഴുകി വൃത്തിയാക്കിയത് അടുപ്പത്താക്കി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി. ഇത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് ഉലുവ ഇട്ടു. ഇതാ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില എല്ലാം ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. രാവിലെ കുഞ്ഞും എല്ലാവരും, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഫാമിലിയും പിന്നെ ഷൺമുഖണ്ണനും ഉണ്ടായിരുന്നു. നമ്മളൊരു പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. ഇതിൽ കണ്ടോ പൊടി ഐറ്റംസ് എല്ലാം ഇടാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സ്പൈസി ആയിരുന്നില്ല, അത്യാവശ്യം സ്പൈസി ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുക്ക് ചെയ്യുന്നത് ദീപ്തിയാണ്. നല്ല പോലെ കുക്ക് ചെയ്യും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇളക്കി നോക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇടയ്ക്ക് അതർവൂട്ടൻ കളിക്കുന്നുണ്ട്. കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ട് അവൻ ബീച്ചിൽ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഫിഷ് നമ്മൾ മേടിച്ചത്. ഏട്ട ഫിഷായിരുന്നേ നമ്മൾ മേടിച്ചത്. കപ്പ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസിൽ കേട്ടു. മീൻ കറിക്കുള്ളതെല്ലാം തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഫിഷ് മീൻ കറിയിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. തലയും ഉണ്ടായിരുന്നു, കുറച്ച് പീസുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കപ്പയുടെ അരപ്പെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഫിഷ് കറി എല്ലാം അടിപൊളിയായിട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. എന്ത് ഭംഗിയാന്ന് നോക്ക്. അങ്ങനെ നമ്മുടെ കപ്പയും മീനും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ ഒക്കെ ഞാനത് പറയുമായിരുന്നു. പിന്നെ അത് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ ദീപ്തി ഉണ്ടാക്കുന്നത് തന്നെ നല്ല രസമാണ് കാണാൻ. ആളുടെ യൂട്യൂബ് ചാനലിൽ നല്ല രസമാണ്. കുക്കിംഗ് ഒക്കെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കും കഴിക്കാൻ തോന്നും. ഞാനും ആളുടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സൂപ്പർ ഫുഡാണ് ആളുടെ. നമ്മൾ 2 സെറ്റായിട്ടാണ് കപ്പ വെച്ചത്. രണ്ടായിട്ട് നമ്മൾ മാറ്റി. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ദീപ്തിയാണല്ലോ മെയിൻ ഷെഫ്. നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ അന്നേരം ആ സമയത്ത് വെച്ചത്. ഇനി നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. കപ്പ, മീൻകറി, മീൻ ഫ്രൈ, പിന്നെ മീൻ മുട്ട തോരനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരുമായിരുന്നു ഫാമിലി ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊക്കി പറിച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ 2 പേരും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും സുമിയും ജസ്റ്റ് ഹെൽപ്പിംഗ് ആയിരുന്നു. ദീപ്തിയാണ് മെയിൻ ഷെഫ്. കണ്ടില്ല ഞങ്ങളുടെ കൂട്ടാനുകളെല്ലാം കണ്ടില്ല. എന്ത് രസമാണെന്നൊക്കെ. നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളെ ചേട്ടന്മാർക്കും കുട്ടികൾക്കൂടെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കഴിച്ചത്. ഒരു ഈവനിങ്, നല്ലൊരു ഈവനിങ്. അത് നല്ല രസമായിരുന്നു. എന്താ പറയുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്, പുറത്ത് പോയി കുക്ക് ചെയ്ത് ആ ഒരു വൈബ് വേറെ തന്നെയാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോയി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സൂപ്പർ ഒരു വൈബാണ് അത്. നമ്മുടെ പോലെയുള്ള ചില്ലടിച്ച് നടക്കുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കുമല്ലോ. നമ്മുടെ പോലെ ഒരേപോലെ സ്വഭാവമുള്ള കുറേ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നല്ലതാട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ വിളമ്പി കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആമി ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു, അതോറും ഉണ്ടായിരുന്നു. അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ദീപ്തിയാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും. ചേട്ടന്മാരെല്ലാം നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. ഞങ്ങളും കഴിച്ചു കേട്ടോ. ചേട്ടനൊക്കെ പറയുന്നുണ്ട് സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. സുനീഷ് ചേട്ടൻ പറയുന്നുണ്ട്, അതർകൂട്ടൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമായിരുന്നു. കുഞ്ഞിനെ കണ്ടില്ല. കുഞ്ഞിനെ കൊണ്ട് സുമി കുറച്ചാലും നോക്കി നിൽക്കുകയായിരുന്നു. കുഞ്ഞിനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ പറയായിരുന്നു കപ്പയും മീനും വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അവനും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവനും നമ്മുടെ കൂട്ടത്തിൽ തന്നെ
നല്ല കോപ്പറേറ്റീവ് ആയിരുന്നേ. എനിക്ക് ധാരാളം ചേട്ടൻ വാരി തരാണ്. നമുക്ക് നല്ല എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ല നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് വെച്ചിരുന്നു. നല്ല ഫുഡ് കുക്ക് ചെയ്യും ദീപ്തി. ഞങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിൻഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറയാം സൂപ്പർ ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരാൻ പറ്റിയില്ലായിരുന്നു സിൻഷയ്ക്ക്. നമ്മൾ ഫുഡ് ഉണ്ടാക്കി. നമ്മുടെ മെയിൻ പാചകക്കാരി നമ്മുടെ പ്രോ കുക്കാണ്. ഞാനും വെറുതെ ജസ്റ്റ് നമ്മുടെ ഷെഫാണ്. സുരേഷേട്ടനും ലക്കിയാണ്. അസിസ്റ്റന്റ് ഷെഫ്. സുരേഷേട്ടൻ ലക്കിയാണ്. സൂപ്പർ ഫുഡ് ആട്ടോ. ഞാനും സുനിയും നമ്മൾ ജസ്റ്റ് തോരന്മാരാണല്ലേ. ഞങ്ങൾ തോരൻ എക്സ്പേർട്ടാണ്. തോരൻ ഞങ്ങൾ എക്സ്പേർട്ട് ആട്ടോ ഞങ്ങളുടെ ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. 12:30 വന്നപ്പോൾ സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷേ നല്ല പരിപാടി, കളർ പരിപാടിയായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തത്, എന്താ പറയുക, ഫുഡ് കഴിച്ചത് എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് കഴിക്കില്ലേ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കില്ല, അതുപോലെ തന്നെ ഫ്രണ്ട്സ് അല്ല ഫാമിലി മെമ്പേഴ്സാണ്. ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുമിച്ച് കുക്ക് ചെയ്യും. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഫുഡായാലും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു. നല്ലൊരു കുറിച്ചുണ്ടായിരുന്നു. നമ്മൾ നല്ല ടയേർഡാണ്. കുഞ്ഞും കുറേ നേരം നമ്മളോട് കോപ്പറേറ്റീവ് ആയിരുന്നു. ഒരു കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എന്നെ ആക്കിയാൽ നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. സോ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.